പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും ഉൾക്കാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം മെത്രാന്മാർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായ ബസിലിക്കായെ ഒരു രണഭൂമിയാക്കാൻ പരിശ്രമിക്കുന്നു. കാരണം ഈ കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ അവിടുത്തെ വികാരിയായ വർഗീസ് മണവാളനച്ഛനെ ഫോണിൽ വിളിച്ച് ഒരു ഭീഷണി മുഴക്കി. അത് മറ്റൊന്നുമല്ല, ഇന്ന് മുതൽ ബസിലിക്ക ദേവാലയത്തിൽ ആരാധനയോ ഒരു തിരുക്കർമ്മങ്ങളോ നടത്തുവാൻ പാടില്ല. അങ്ങനെ നടത്തിയാൽ താങ്കളെ സഭയിൽ നിന്ന് പുറത്താക്കും, താങ്കളുടെ പട്ടം എടുത്തു കളയും എന്നുള്ള ഭീഷണിയാണ് റാഫേൽ തട്ടിൽ വർഗീസ് മണവാളനച്ഛനോട് പറഞ്ഞത്. എന്നാൽ വർഗീസ് മണവാളനച്ഛൻ അദ്ദേഹത്തോട് വളരെ സൗമ്യമായി പറഞ്ഞു, താങ്കൾ ഔദ്യോഗികമായി ഒരു ലെറ്റർ തരൂ, ഞാനത് പരിഗണിക്കാമെന്ന്. ലെറ്റർ കൊടുത്തില്ല. പകരം അന്ന് വൈകുന്നേരം 6 മണിക്ക് ആരാധനാ സമയത്ത് മെത്രാന്മാരുടെ ഗുണ്ടകളായ ഒരു 50-60 സ്ത്രീകളെയും പുരുഷന്മാരെയും MTNS എന്ന അതിരൂപത വിരുദ്ധരെയാണ് അങ്ങോട്ട് അയച്ചത്. എന്തിനാണ് അവരെ അയച്ചത്? അവർക്ക് ഒരു നിഗൂഢ പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയാണ് ഇന്ന് വെളിപ്പെട്ടത്. അവിടെ മണവാളനച്ഛനെ ആരാധന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തടുക്കുവാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും, ഇവിടെ ലോ ആൻഡ് ഓർഡർ തെറ്റിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇവിടെ ക്രമസമാധാന പ്രശ്നമുണ്ട്, അതുകൊണ്ട് വീണ്ടും ഇവിടുത്തെ ആരാധന ക്രമങ്ങൾ നിരോധിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ അത് ഫലവത്തായില്ല. പക്ഷെ അവർ മറ്റൊരു കാര്യം ഇന്ന് ചെയ്തിരിക്കുകയാണ്. അവിടെ വികാരി അച്ഛന് മുകളിൽ വെച്ചിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർക്ക് ഹൈക്കോടതിയിൽ പോയി ഒരു ഓർഡർ വാങ്ങിയിരിക്കുന്നു. പോലീസ് പ്രൊട്ടക്ഷൻ, ജീവനും സ്വത്തിനും സംരക്ഷണം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തരിയൻ ഞാളിയത്തിന് പോലീസ് പ്രൊട്ടക്ഷൻ ഹൈക്കോടതി കൊടുക്കുമ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം ഈ ഓശാന ഞായർ മുതൽ തരിയൻ ഞാളിയത്തിനെ കൊണ്ട് ബസിലിക്കായിൽ തിരുക്കർമ്മങ്ങൾ നടത്തുക എന്നുള്ള ഗൂഢലക്ഷ്യമാണ്. ഇത് അതിരൂപതയെ ഒരു കലാപഭൂമിയാക്കി മാറ്റുവാനുള്ള തന്ത്രമാണ്. കാരണം അവിടെ ഒരു വികാരി കോടതിയുടെ ഉത്തരവ് പ്രകാരം വിശുദ്ധ കുർബാനയൊഴിച്ച് എല്ലാ തിരുക്കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ തരിയൻ ഞാളിയത്തിനെ കൊണ്ട്, അദ്ദേഹം ഒരു വൈദികനാണെന്ന് പറയാൻ പോലും നമുക്ക് സാധിക്കില്ല, അത്രയ്ക്ക് യോഗ്യതയില്ലാത്ത ഒരു മനുഷ്യനാണെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പ്രവൃത്തികൾ മൂലം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കൊച്ചുകുട്ടികളെ വേദപാഠം പഠിപ്പിക്കാൻ വന്നപ്പോൾ അദ്ദേഹം വന്ന് ഇവിടെ കുട്ടികളെ വേദപാഠം പഠിപ്പിക്കരുതെന്ന് പറയുമ്പോൾ അദ്ദേഹം എത്രയ്ക്ക് പൈശാചിക മനോഭാവത്തിൻ്റെ ഉടമയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ മുന്നിൽ നിർത്തിയാണ് സിനഡിലെ മെത്രാന്മാർ എറണാകുളം അങ്കമാലി അതിരൂപതയെ ഒരു കലാപഭൂമിയാക്കി മാറ്റുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനമേ, നമ്മൾ ഉണരേണ്ട സമയമായിരിക്കുന്നു. നമ്മൾ കൂടുതൽ കരുത്തും ശക്തിയും ആർജിച്ച് വളരെയധികം ആർജവത്തോടുകൂടെ സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളേണ്ട സമയമായിരിക്കുന്നു. നമ്മളെ കഴിഞ്ഞ 6 വർഷമായി സിനഡിലെ മെത്രാന്മാരെ പലവട്ടം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ചർച്ചയ്ക്ക് വിളിക്കുകയും ചർച്ചയിൽ അനുകൂലമായ നിലപാടുകൾ ഇപ്പോൾ സ്വീകരിക്കുമെന്ന് പറയുകയും അവസാനം ഇപ്പോൾ പാമ്പ്ലാനി മെത്രാനും അതുപോലെ തന്നെ റാഫേൽ തട്ടിലും കൂടി ചർച്ചകൾ നടന്നപ്പോൾ ഈ ഈസ്റ്ററിന് മുമ്പ് ഒരു ഒത്തുതീർപ്പ് എന്ന നിലയിൽ ചർച്ചകൾ അവസാനിപ്പിക്കുകയും
ഇതിന് പരിഹാരം ഉണ്ടാകുമെന്ന് നമ്മൾക്ക് വലിയ പ്രതീക്ഷ നൽകിയതാണ്. ഈ പ്രതീക്ഷകളെയൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് തരിയഞ്ഞാളയത്തിന് പോലീസ് പ്രൊട്ടക്ഷൻ, അതായത് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിയിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ശനിയാഴ്ച ബലമായിട്ട് വർഗീസ് മണവാളനച്ഛനെ ബസിലിക്ക ദേവാലയത്തിൽ നിന്ന് ഇറക്കി തരിയഞ്ഞാളയത്തിൻ്റെ നേതൃത്വത്തിൽ അവർ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള തിരുക്കർമ്മങ്ങൾ നടത്തുവാനാണ് പ്ലാനും പദ്ധതിയും ഇട്ടിരിക്കുന്നത്. ബസിലിക്ക ദേവാലയം ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഒരു കുർബാന അവിടെ അർപ്പിക്കാൻ പാടില്ല എന്നും തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് വർഗീസ് മണവാളിന് അനുവാദം കൊടുത്തിട്ടുള്ളതാണ്. അവർ നിയമം ലംഘിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ചതിക്കുകയും വഞ്ചിക്കുകയും എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് അവർക്ക് ഉള്ള ചേതോവികാരം. അതിനെതിരെ ശക്തമായി പോരാടുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഈ കഴിഞ്ഞ തിങ്കളാഴ്ച അവർ അതിരൂപത വിരുദ്ധരായ MKNS അവിടെ ബസിലിക്ക ദേവാലയത്തിലെ അങ്കണത്തിൽ വന്നതിന് ശേഷം അവർ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് അവിടെ ഇരുന്ന് മദ്യം കഴിക്കുകയും ഡിന്നർ കഴിക്കുകയും പല കാര്യങ്ങളും ചെയ്യുകയുണ്ടായി. ഒരു ദേവാലയ അങ്കണത്തെ മദ്യശാലയാക്കാനുള്ള പുറപ്പാടാണോ, കലാപഭൂമിയാക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ പ്രവൃത്തികൾ അത്രയ്ക്ക് മ്ലേച്ഛത നിറഞ്ഞതായിരുന്നു. ഒരു വൈദികനെ, ഒരു കൊച്ചച്ഛനെ ആ മുകളിലേക്ക് കയറിപ്പോയപ്പോൾ പോലീസുകാരെ കൊണ്ട് ആ വൈദികനെ പുറത്തേക്ക് ഇറക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അത് നിങ്ങൾക്ക് പറയാൻ എന്താണ് അധികാരം ചെന്ന് ചോദിച്ചപ്പോൾ അവർ 10-70 പേര് ഒച്ചയുണ്ടാക്കുകയും ബഹളമുണ്ടാക്കുകയും നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടതാണ്. അപ്പോൾ അവിടെ ഒരു വൈദികനെ കയറി ചെല്ലാൻ പോലും അവർ അനുവദിക്കുകയില്ല എന്നുള്ള ഒരു താക്കീതാണ് പൊതുസമൂഹത്തിന് അവർ നൽകുന്നത്. മെത്രാന്മാരുടെ ഈ ഗൂഢലക്ഷ്യത്തെ, സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടുന്ന നമ്മുടെ അതിരൂപതയെ ഏതു വിധേനയും തച്ചു തകർക്കാൻ, നശിപ്പിക്കാൻ വേണ്ടി ഒരുമ്പെടുന്ന റാഫേൽ തട്ടിലിൻ്റെയും ചർച്ച എന്ന് പറഞ്ഞ് പാമ്പ്ലാനി നമ്മളെ ഒരു മൂലയ്ക്ക് ഒതുക്കി നിർത്തുകയും ചെയ്യുന്നത് ഒരു സത്യവിരുദ്ധ പ്രവൃത്തിയാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവജനത്തോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ ഈ അടുത്ത ഞായറാഴ്ച അവിടുത്തെ ഓശാന ഞായറാഴ്ച മുതലുള്ള തിരുക്കർമ്മങ്ങൾ വർഗീസ് മണവാളനച്ഛനെ കൊണ്ട് നടത്തിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ ഓരോരുത്തരും നടത്തുകയും എന്ത് വില കൊടുത്തും മെത്രാന്മാരുടെ ഈ ഗൂഢലക്ഷ്യത്തെ തകർക്കുകയും വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.